ഇന്ന് ഒരു ഐതിഹ്യ കഥ പറയാം. ബുദ്ധഭിക്ഷുണിയായ മാലിയും കോലത്തിരി രാജാവും. കോലത്തിരി രാജവംശം സ്ഥിതി ചെയ്തിരുന്ന കോലത്തുനാട്ടിലെ കൊട്ടാരത്തിന് ഏതാണ്ട് സമീപത്തായി നിലനിന്നിരുന്ന ഭിക്ഷുണി മന്ദിരത്തിൽ അക്കാലത്ത് യൗവനയുക്തയും സുന്ദരിയുമായ ഒരു ഭിക്ഷുണി താമസിച്ചിരുന്നു. രാജകൊട്ടാരത്തിൽ ചിരപരിചയം സിദ്ധിച്ച ആ സന്യാസിനിക്ക് രാജാന്തഃപുരത്തിൽ ഏതു സമയത്തും സമയം നോക്കാതെ കയറി ചെല്ലുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നുപോലെ കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്ക് തൃപ്തികരമായിരുന്നതുകൊണ്ട് അവരെ കാണാതിരിക്കുക എന്നത് അവർക്ക് സങ്കടകരമായിട്ടാണിരുന്നത്. തന്മൂലം ഭിക്ഷുണിയെ ഏതു നേരത്തും കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ കാണാം. എങ്കിലും ഭിക്ഷുണിയുടെ കിടപ്പും ഇരിപ്പും താമസവുമെല്ലാം ഭിക്ഷുണി മന്ദിരത്തിൽ തന്നെ ആയിരുന്നു. മന്ദിരത്തിൽ നിത്യവും എന്ന പോലെ ബുദ്ധഭിക്ഷുക്കളും ഭിക്ഷുണികളും വന്നും പോയുമാണിരുന്നത്. മാലി എന്നു പേരായ ആ ഭിക്ഷുണിയാണ് നിയമേന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവരോട് കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതിനും മുന്നിട്ടു നിന്നിരുന്നതെന്ന് വിശേഷിച്ചു പറയേണ്ടതായിട്ടില്ല. മാലിയുടെ സൽക്കാര വാക്കുകളും ആദരണീയങ്ങളായ ചര്യകളും അതിഥികളെ ആനന്ദപരവശരാക്കി തീർത്തിരുന്നതുകൊണ്ട് അതിഥികളിൽ ചിലർ ഒന്നും രണ്ടും ചിലപ്പോൾ അതിലധികവും ദിവസം ആ ഭിക്ഷുണി മന്ദിരത്തിൽ തന്നെ താമസിച്ചു എന്നും വരാം. എന്നാൽ ഇങ്ങനെയുള്ള താമസം കൊണ്ട് ഭിക്ഷുക്കളിലോ ഭിക്ഷുണിയിലോ അന്യഥാ ശങ്ക ആർക്കും തന്നെ ഉണ്ടായിരുന്നതുമില്ല.